എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ഷോപ്പാണ് ടാർഗറ്റ്. അപ്പോൾ ഈ ടാർഗറ്റിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ആൻഡ് ഞാൻ ചെറുതായിട്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. ആൻഡ് കുട്ടീസ് ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ നമുക്ക് ടാർഗറ്റിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഹേ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള റീറ്റെയിലർ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. എപ്പോഴൊന്നും വരാറില്ല, വളരെ ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ലെയിനും സന്ദർശിക്കണം എന്ന് എൻ്റെ ഒരു നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഈ ലെയിൻ 1 by 1 ആയിട്ട് ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ആസ്വദിക്കാം. ഓക്കെ. ഇതുപോലത്തെ ഒരു ഫാമിലി പ്ലാനർ എനിക്ക് വേണമെന്ന് വിചാരിച്ചിരുന്നു. കാലണ്ടർ രൂപത്തിൽ വേണോ അതോ ഇനി പ്ലാനർ ബുക്കായിട്ട് വേണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ മോംസ് ഫാമിലി പ്ലാനർ കാണാൻ നല്ല രസം തോന്നിയില്ലേ? ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ മൊത്തം പിക്ചറൈസേഷനും പിന്നെ അതുകൂടാതെ അതിൻ്റെ ലേ ഔട്ടൊക്കെ കണ്ടിട്ട് നല്ല രസം തോന്നി. അതിൻ്റെ വേറെ ഡിസൈൻസും ഉണ്ടായിരുന്നു, ഇതുപോലെ യൂണിക്കോൺ പിന്നെ ഹാരി പോട്ടർ അങ്ങനത്തെ കാലണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറേ കുട്ടികളുടെ പോലെയായിരുന്നു. ഈ മോംസ് ഫാമിലി പ്ലാനറിലേക്ക് ഞാനൊരു നോട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഫിക്സ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ ജേർണൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡയറി ടൈപ്സ് പ്ലാനറിലേക്കും ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. എന്താ ഡോഗിനെ കണ്ടോ? ഒരു ഡോഗിനെ കണ്ടോ? ആ, അമ്മ ഈ പ്ലാനർ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. സോറി. അപ്പോൾ ഒന്ന് ഇത് പിന്നെ ഇത്, ഈ രണ്ടെണ്ണമാണ് എനിക്ക് നല്ല ഇഷ്ടമായത്. പിന്നെ അതുകൂടാതെ വേറെ ഒരെണ്ണം കണ്ടു, ഒരു ഗ്രേ കളറിൽ. അതിൽ കാശ്മീർ ആൻഡ് കപ്പ് കേക്ക് പാറ്റേൺ ആണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ അതിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി എനിക്കിഷ്ടമായി. പക്ഷെ എനിക്ക് വിചാരിച്ച ആ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഒന്നും അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ളത് എടുത്താലോ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഗ്രീൻ ലേ ഔട്ടാണ്. ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നീലൂട്ടാ കുറുമ കാണിക്കല്ലേ? ഇത് നമുക്കുണ്ടല്ലോ, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ കാണാം. ഓക്കെ, ഈ ടാക്സ് കാണാനൊക്കെ എന്ത് രസമാണ്. ഡോണ്ട് ടച്ച്. അതാ ഡോണ്ട് ടച്ച്. ഞാനത് സ്പെൻഡ് ചെയ്യുന്നു വിചാരിച്ചു, സ്പെൻഡ് ചെയ്യില്ല. ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ഒക്കെ ഡെക്കോർ ഐറ്റംസ് ആണ്. നമുക്ക് ഒരു പുതിയ വീടൊക്കെ വാങ്ങിയിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഇത് എന്തൊരു ക്യൂട്ടാണ് നോക്കിയേ, ചെറുതാട്ടോ. എന്താ പ്രൈസ് നോക്കട്ടെ. പ്രൈസ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. നിക്കിയുടെ ഹെയർ ബാൻഡ് എവിടെ പോയി? അമ്മച്ചരം നന്നായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കിഡ്സ് സെക്ഷനിൽ പോകണ്ടേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, നല്ല ഷാംസ്, പിലോസ്, പിന്നെ ഇവിടെ കുറേ വേറെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബട്ട് ഇത് നല്ലൊരു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വരാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്.
ഇവിടെ വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ അതൊക്കെ നല്ല ഈ പില്ലോസൊക്കെ നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ. ഓട്ടോമാൻ ആണിത്. അപ്പോൾ നമുക്കിതിൽ ഇരിക്കാനും പറ്റും, പിന്നെ ചെറുതായിട്ട് ഒരു ചെറിയ കുഷൻ പോലെ യൂസ് ചെയ്യാനും പറ്റും, കാല് ചാരി വയ്ക്കാനൊക്കെ ഈ ഓട്ടോമാൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ സ്പ്രിംഗ് ആണ് ഇതിൻ്റെ തീം. അപ്പോൾ ഒക്കെ കാണാൻ നല്ല രസമല്ലേ. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലമായി ഞാൻ വിചാരിക്കുന്നു ഇവിടെ വരണം എന്ന്. ആൻഡ് ഇന്നാണ് നടന്നത്. സോ നൈസ് ഗൈസ് അല്ലേ, ഇത്രയും ക്യൂട്ടായിട്ട്. നമുക്കല്ലെങ്കിലും നാരങ്ങയുടെ ചെടി കാണാൻ നല്ല രസമല്ലേ, നമുക്ക് നല്ല ഇഷ്ടമല്ലേ എല്ലാവർക്കും. ആൻഡ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്പ്രിങ് തന്നെയാണ് തീം ഇതിൻ്റെയൊക്കെ. ഈ ഹാങ്ങിങ്സ് ഒക്കെ ഒന്ന് നോക്കിയേ. എനിക്കിതിൽ റിയൽ പ്ലാന്റ്സ് വയ്ക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ആൻഡ് ശരിക്കും വേണമെങ്കിൽ നമുക്കിതിൽ ഇത് വാങ്ങിയിട്ട് ഇതിൽ റിയൽ പോട്ട്സും വയ്ക്കാം. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. ക്യാൻഡിൽസ് ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ക്യാൻഡിൽ വെച്ചിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ഏത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്യാൻഡിൽസ് ഒന്ന് മണത്ത് നോക്കിയിട്ടേ പോവുള്ളൂ. ഒരു മാംഗോൻ്റെ മണമുണ്ട്. കോക്കനട്ട് കറക്റ്റോ, ശരിക്കും പറഞ്ഞാൽ മാംഗോ കോക്കനട്ട് പറഞ്ഞത് ഏറ്റവും കൃത്യമായിട്ടാണ് അവർ പറഞ്ഞത്. മാംഗോ കോക്കനട്ട് സ്മെൽ തന്നെയാണ്. ഇതൊക്കെയാണ് വാട്ടർ ഫിൽറ്റർ ജഗ്സ്. അത് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളെല്ലാവരും ഇവിടെ US യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ഫിൽറ്റർ ഉണ്ടാവും. നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം ഈ ഫിൽറ്ററിലൂടെ ഡയറക്റ്റായിട്ട് ഫിൽറ്ററായിട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ ജഗ്സും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ടാപ്പിൽ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാവുന്നതുണ്ട്. ഇതാണ് ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ബ്രിറ്റയുടെ അല്ല, വേറൊരു ബ്രാൻഡാണ്. ഇപ്പോൾ പുതിയതായിട്ട് നവീൻ നോക്കി വാങ്ങിയതാണ്. എനിക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നല്ല ഇഷ്ടമായി. എന്താ അത്? ടെഡി എവിടെ? ടെഡി കാണാണ്ടോ? ഇത് ടെഡിയല്ല, ഇത് യൂണിക്കോൺ കിട്ടിയാ. ഇത് ഇപ്പുറത്തോക്കെ ബും ബും. അപ്പോൾ ഇവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഈ ലൈനിൽ കൂടെ ഒന്ന് പാസ് ചെയ്തതാണ്. സംഭവം ടോയ്സൊക്കെ കുറേ മേടിച്ച് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ബോറടിക്കും, പിന്നെ അവർ അധികം യൂസ് ചെയ്യുന്നില്ല. സോ ഇറ്റ്സ് ബെസ്റ്റ് ടു ജസ്റ്റ് ബൈ വാട്ട്സ് റിക്വയർഡ്. സോ ഞാൻ ഇപ്പോൾ ഈ സെക്ഷനിൽ കൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തതാണ്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഡ്രസ്സുകളിൽ എന്തെങ്കിലും നല്ല ഡീൽസ് ഉണ്ടോ നോക്കണം. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് ഒരു പോപ്പ് സോക്കറ്റ് എടുക്കണം എന്നുണ്ട്. സോ ടാർഗറ്റിൽ നല്ല കളക്ഷൻസ് ഉണ്ട് പോപ്പ് സോക്കറ്റ്സിന്. സോ ലെറ്റ്സ് സീ, നല്ലത് ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി പർച്ചേസ് ഇറ്റ്. This one looks good. ഇതിപ്പോൾ എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ കണ്ടതിപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് ആമസോണിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഡീല് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന്. സോ എനിവേസ്, ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് ഇനി ഓർഡർ ചെയ്യാനാണ്. സോ നമുക്ക് ഇനി ഈ ലൈനിലൂടെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് അടുത്ത ലൈനിലേക്ക് പോവാം.
പിന്നെ സിമിലാക്കാണ് ബേബി ഫോമുലയുടെ ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അത് നീക്യൂവിലത്തെ നഴ്സസ് തന്നെ റെക്കമെൻഡ് ചെയ്ത ബ്രാൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സിമിലാക്ക് നിയോഷോറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ പൗഡർ ഇവിടെ കാണാനില്ല, പക്ഷേ ലിക്വിഡ് ഫോം എനിക്ക് കാണാനുണ്ട്. ഈ സിമിലാക്കിൻ്റെ നിയോഷോറിൻ്റെ ഇതുപോലത്തെ ക്യാനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ന്യൂ ബോൺ കെയർ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്ട്സിനെ കുറിച്ച്. അതിൽ മിക്ക സാധനങ്ങളും ടാർഗറ്റിൽ വന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻ കൂടെയൊക്കെ നടക്കുമ്പോൾ അതൊക്കെയാണ്, ആ ഓർമ്മകളൊക്കെയാണ് വരിക. വളരെ നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇത്രയും കുഞ്ഞു കുഞ്ഞു സാൻഡൽസ്, ഈ സാൻഡൽസൊക്കെ എന്ത് ക്യൂട്ടാണ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ഒന്നേ വാങ്ങിയുള്ളൂ. എന്താ കാരണം വെച്ചാൽ നമുക്ക് ഇവരുടെ ഫുഡ് സൈസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ട് വരും. ഇപ്പോൾ നിൽക്കിയിട്ടിരിക്കുന്നത് തന്നെ H&M വാങ്ങിയതാണ്. H&M വാങ്ങിയ വിൻ്റർ ബൂട്ട്സാണ്. നീലൂട്ടൻ്റെയും ഇതേപോലെ തന്നെ ഉണ്ട്, ഒരു ഡെനിമിൻ്റെ ഷെയ്ഡിലുള്ള ഒന്ന്. പക്ഷെ അവനത് ഊരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ എണ്ണം വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഒരു സൈസ് മുകളിൽ വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്തു വയ്ക്കാം, അത് നല്ലതാണ്. ഈ കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകളൊക്കെ നോക്കി എന്ത് രസമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടുകൊണ്ടിരിക്കാനേ തോന്നും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ശരിക്കും കൊതിയാവുന്ന സാധനങ്ങളാണ് ഈ കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ബൂട്ട്സുകൾ. എന്ത് ക്യൂട്ടാ നോക്കി. പറയാൻ മറന്നു, ഞാൻ നിക്കിക്ക് ഒരു ലെഗിങ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ സ്പാർക്കിൾസ് ഉള്ളത്. ഈ ബാഗ് നോക്കി ഗൈസ്, ഇറ്റ്സ് സോ നൈസ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കണ്ടിട്ട് നല്ല രസം തോന്നി. ഇപ്പം ഇങ്ങനത്തെ ചെയിൻസ് ഒരു ട്രെൻഡാണ്. ആൻഡ് ഐ ഡു ലൈക്ക് ദീസ്, ബട്ട് എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. എവിടെ ഷൂസ് ഉണ്ടോ? എവിടെ ഷൂസ്? എനിക്ക് ഷൂസിന് ഷൂക്ല എന്നാണ് പറയാ. അപ്പൊ ഞങ്ങൾ തന്നെ ചിലപ്പോൾ ശുക്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ശുക്ല അല്ല, ഷൂക്ല. ഉദ്ദേശിക്കുന്ന ഷൂസാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ സിംഗിൾ ബ്രേസ്ലെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇത് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് വാച്ചിൻ്റെ കൂടെയോ ബാങ്കിളുടെ കൂടെയോ ഒന്നും വേണ്ട, ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ചേരും. പിന്നെ അതുകൂടാതെ ഇങ്ങനത്തെ ഈ സ്റ്റഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് സ്റ്റഡ്സ് എന്ന് പറഞ്ഞാൽ. ഏതായാലും അടുത്ത ടാർഗറ്റ് വിസിറ്റിൽ പുതിയതൊരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചുമ്മാ ഡിസൈൻസൊക്കെ നോക്കി പോവാണ്. ബിക്കോസ് ഇപ്പോൾ ഉള്ളത് തന്നെ കുറേ എണ്ണം മിസ്സിങ്ങും കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത തവണ എടുക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു ഹാറ്റ് ഒന്ന് ട്രൈ ചെയ്താലോ വിചാരിച്ചിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. കുഞ്ഞി മൗസ്. അപ്പോൾ അടുത്ത നമ്മൾ പോകുന്നത് ഇവിടുത്തെ സ്കിൻ കെയർ സെക്ഷനിലേക്കാണ്. സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഓർഗാനിക് ബ്യൂട്ടി പ്രൊഡക്ട്സും പിന്നെ അല്ലാതെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെയും ഒക്കെ ഇവിടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് എൻ്റെ ഫേഷ്യൽ ക്ലെൻസർ കഴിഞ്ഞു. അപ്പോൾ ഫേസ് വാഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ കാണിക്കുന്ന ഫേസ് വാഷ് ഉണ്ടല്ലോ, ഈ ഫോം വാഷ് വളരെ നല്ലതാണ് കേട്ടോ ഓയിലി സ്കിന്നുള്ളവർക്ക്. എൻ്റെ പ്രഗ്നൻസിയിൽ എൻ്റെ സ്കിൻ ഭയങ്കര
ഓയിലായി മാറിയിരുന്നു, ഒരുപാട് കുരുക്കൾ വരുമായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഫേഷ്യൽ ക്ലെൻസറാണ്. ഇത് സെറ്റാഫിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. വളരെ അഫോർഡബിൾ ആണ്, ഭയങ്കര സൂതിങ് ആണ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ബ്രേക്ക് ഔട്ട്സ് അധികം ഉണ്ടാവില്ല, പിന്നെ ഒരു റെഡ്നെസ് ഒക്കെ പോയി കിട്ടും. അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ സെറ്റാഫിൽ ഫേഷ്യൽ ക്ലെൻസർ നമുക്ക് പ്രഗ്നൻസിയിലും യൂസ് ചെയ്യാം. എൻ്റെ ഗൈനക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്സ് ആരുടെ വീക്ക്നെസ് അല്ലാത്ത ഈ സെക്ഷൻ മിസ് ചെയ്യാതെ എങ്ങനെ പോകാൻ പറ്റും? അപ്പം അങ്ങനെ ഞാൻ 2 എണ്ണം ചൂസ് ചെയ്തു. ഇതിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഇത് ആൽമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആൽമ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ പെട്ടെന്ന് വീട്ടിൽ വരേണ്ടി വന്നു കേട്ടോ, ബിക്കോസ് പിള്ളേർ ഭയങ്കര ക്രാങ്കിയായി. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ പുതിയ പ്ലാനറാണ്. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു പ്ലാനർ വാങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, സത്യം പറയാലോ. എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അത് ഞാൻ പ്രഗ്നൻസി ജേർണലിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൊല്ലം എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ പ്ലാനർ വാങ്ങി തുടങ്ങുന്നത്. അപ്പോൾ ഏതായാലും ഈ പ്ലാനർ വളരെ യൂസ്ഫുൾ ആയിരിക്കും എനിക്കും നിങ്ങൾക്കും ഒരു പക്ഷേ. ബിക്കോസ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന മോംസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫൻറ്റ് സ്ലീപ്പ് സ്കെഡ്യൂൾ, പിന്നെ ഡെയിലി മോർണിംഗ് റൂട്ടീൻ, പിന്നെ ഫീഡിങ് ടൈമിങ്സ്, പിന്നെ അതുകൂടാതെ മീൽ പ്ലാനിങ്, എന്തിനും ഒരു ചെക്ക് ലിസ്റ്റ്, പിന്നെ ഒന്നും പറയണ്ട പേഴ്സണൽ ഗ്രോത്ത് തന്നെ ആവട്ടെ, അതിനൊക്കെ ഒരു പ്ലാനർ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഏതായാലും ഞാൻ ഈ കൊല്ലം തകർത്ത് അങ്ങോട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. And if you are here for the very first time, don't forget to subscribe. Until I see you next time, bye-bye. Bye പറഞ്ഞേ നിക്കി. Bye പറ. Bye-bye. നീലൂട്ടൊരു ഉറക്കം വരുന്നു. നിക്കിയുടെ ബോ ഒക്കെ പോയി. അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോകണം. Bye-bye.